നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കൊട്ടേഷനാ സാറേ. മനസ്സിലായി. ഡോക്ടർ, എന്തായി? നത്തിങ് ടു വറി, ബട്ട് മുറിവ് അല്പം ആഴത്തിലുള്ളതാ. ബ്ലഡ് കുറച്ച് അധികം പോയിട്ടുണ്ട്. എന്നാലും ജീവനെ പറ്റി ഭയക്കാനൊന്നുമില്ല. മറ്റു പ്രൊസീജിയേഴ്സ് നടക്കുകയാണ്. തൽക്കാലം ICU തന്നെ തുടരും. ബാക്കി അപ്ഡേറ്റ്സ് അറിയിക്കാം. തന്നിഷ്ടപ്രകാരം ചാടി പുറപ്പെട്ടിട്ട് അവസാനം ആശുപത്രി കിടക്കൽ വന്ന് കിടന്നപ്പോ തൃപ്തിയായല്ലോ നിനക്ക്? മിണ്ടരുത് നീ. സാറേ, ഈ അവസ്ഥയിലാണോ കുറ്റപ്പെടുത്തുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം സ്വാമി? പണ്ടൊക്കെ ഞാൻ പറഞ്ഞാൽ നിരഞ്ജനെ അനുസരിക്കുമായിരുന്നു. ഇപ്പോ ഇവള് കാരണം നിരഞ്ജനൊന്നും പറയാതെയായി, അനുസരിക്കാതെയായി. തന്നെത്താൻ ചാടി പുറപ്പെടുക, ഓരോ അബദ്ധത്തിൽ ചെന്ന് ചാടുക, അതിന് ടെൻഷൻ എടുക്കാൻ നമ്മളും. ഇന്നലെ എന്താ സംഭവിച്ചത്? ഞങ്ങള് സിദ്ധുവിന്റെ കാര്യത്തിൽ. ഓ, സിദ്ധുവിന്റെ കാര്യം. ആ നാശം പിടിച്ച വക്കീലിന്റെ പേര് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാനാ വക്കീല്. ഇയാളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നടക്കുക. എന്റെ ഡാഡി, ഇതിൽ സിദ്ധു ഒന്നും അറിഞ്ഞിട്ടില്ല. സിദ്ധുവിന് വയ്യെന്ന് പറഞ്ഞൊരു ഫോൺ വന്നു. അതൊന്ന് തിരക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാ. അതിന് നിനക്കണ്ട. സിദ്ധാർത്ഥന് വയ്യെങ്കിൽ അവന്റെ വീട്ടുകാരില്ലേ അവന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ? നിങ്ങൾ ആരാ എല്ലാവരുടെ കാര്യങ്ങളെടുത്ത് തലയിൽ വെക്കാൻ? എന്നിട്ട് എന്താ മേഡം സംഭവിച്ചത്? ആ വാർത്ത ഫേക്കായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് എന്നിട്ടിപ്പോ ഡോക്ടർ എന്ത് പറഞ്ഞു? പേടിക്കാനൊന്നും ഇല്ലെന്നാ പറഞ്ഞേ. പക്ഷെ ആഴത്തില് മുറിവുണ്ട്. ഇപ്പൊ ICUല. ബാക്കി അപ്ഡേറ്റ്സ് പുറകെ അറിയിക്കാന്ന് പറഞ്ഞു. വരുത്തി വെച്ചതാണെന്നെല്ലാം വരുത്തി വെച്ചത് അനുഭവിക്കുക, അല്ലാതെ ചെയ്യാം. സാർ ഇങ്ങനെ ടെൻഷൻ ആവാതെ വന്നേ, നമുക്ക് ലോബി പോയിരിക്കാം. ആ, എവിടെയെങ്കിലും ഒന്ന് നേരം വെളുപ്പിക്കണമല്ലോ. എന്തായാലും ഇന്നിന് നേരം വെളുത്തിട്ടേ തിരിച്ചു പോകുന്നുള്ളൂ.
സാർ വാ വാ. അമ്മായി ഇങ്ങനെ കരയാതെ. കരയാതെ പിന്നെ എന്റെ കുഞ്ഞിനെ ആരോ കുത്തിക്കറിയിട്ടേക്കെന്നറിയുമ്പോ ഞാൻ എന്ത് ചെയ്യണം? എന്നാലും എന്റെ കൃഷ്ണ, വീണ്ടും വീണ്ടും നീ ഞങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്ക് പോകാൻ മോളെ ആശുപത്രിയിലോട്ട്. അച്ഛൻ അവിടേക്ക് പോയിട്ടില്ലേ? അച്ഛൻ അവിടെ ചെന്നിട്ട് വിളിക്കുമായിരിക്കും. എനിക്കൊരു സമാധാനം ഇല്ലല്ലോ എന്റെ ദൈവമേ. അതുങ്ങൾ ആഗ്രഹിച്ച് മോഹിച്ച് ഒന്ന് ജീവിക്കാൻ തുടങ്ങുമായിരുന്നു. ഏത് മഹാഭാവിയാണോ എന്തോ എന്റെ കുഞ്ഞിനെ അവന്റെ തലയിൽ ഇടുത്തി വെട്ടി പോകത്തേ ഉള്ളൂ. എന്നാലും എന്റെ ദൈവമേ. അമ്മായി, അക്ഷര ചേച്ചിയാ. എടുക്കുമോളെ. ചേച്ചി ചേച്ചി. ആ, കേക്കുന്നുണ്ടടി. മാഷിട്ട് ഡേഞ്ചർ സോൺ കടന്നു. ഇപ്പോ ഒബ്സർവേഷൻ ICUല. ഒത്തിരി മുറിവുണ്ടോ ചേച്ചി? ഇല്ലടി, കൊല്ലാൻ വന്നവരെ ദൈവം തുരത്തി വിട്ടു. അങ്ങനെ കരുതിയാൽ മതി. അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്ന ഇന്നത്തെ ദിവസം കണ്ണീരിൽ മുങ്ങിപ്പോയന. ഒക്കെ ഞാൻ കാരണമാണെന്നാ തോന്നുന്നേ. നീ കാരണോ? അതെ, എന്നോട് ശത്രുതയുള്ളവരാവും എന്റെ മാഷേട്ടെ. ആ ശരത്തോ ശരവണനോ ആരെങ്കിലും ആവും. അറിയില്ല. അല്ലെങ്കിലും ഞങ്ങൾക്ക് ശത്രുക്കൾക്ക് പഞ്ഞൊന്നുമില്ലല്ലോ. അമ്മ എവിടെ? ഇവിടെ കരഞ്ഞു തളർന്നിരിക്കുക. ശങ്കരമ്മാവനോ? അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഞാൻ അമ്മയ്ക്കൊന്ന് കൊടുക്കട്ടെ ചേച്ചി? ചേച്ചിയുടെ ശബ്ദം കേട്ട അമ്മയ്ക്കത് വലിയ ആശ്വാസമോ? കൊടുക്ക. അമ്മായി, അക്ഷര ചേച്ചിയാ. ഇങ്ങ് താ മോളെ. മോളെ, എങ്ങനെയുണ്ട് എന്റെ കുഞ്ഞിന്? ഒന്നുമില്ലമ്മേ, ഒരു കുഞ്ഞു മുറിവ്, അത്രേ ഉള്ളൂ. എന്നാലും ഏത് മഹാഭാവിയായിരിക്കോ മക്കളെ ഇത് ചെയ്തത്? അറിയില്ലമ്മേ. എന്തായാലും നമുക്ക് സംഭവിക്കാനുള്ളത് സംഭവിച്ചു. എന്റെ പൊന്നുമോള് സങ്കടപ്പെടരുത്. ദൈവം എല്ലാം കാണുന്നുണ്ട്. സങ്കടമില്ലെന്ന് പറയാൻ പറ്റുമോ അമ്മേ? പിന്നെ ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് കരുതി ആശ്വസിക്കാൻ ഞാൻ. അമ്മയെ സങ്കടപ്പെടരുത്. ഇടയ്ക്ക് ഞാൻ വിളിക്കാം. ഡോക്ടറെ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ അമ്മേ. ശരി മോളെ. ഡാഡി എന്താ തുറച്ചു നോക്കുന്നത്? ആരെയായിരുന്നു അടിയന്തരമായിട്ട് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത്? ആരായിരിക്കുമെന്ന് ഡാഡിക്ക് അറിഞ്ഞൂടെ? ഇല്ല, അതുകൊണ്ടാണല്ലോ ചോദിച്ചത്. എങ്കി കേട്ടോ, സാമ്പ്രാണിക്കൊടിയിലെ അമ്മയാ. എന്ത് കാര്യത്തിന്? അവരുടെ മകനാണ് അകത്ത് മുറിവേറ്റ് കിടക്കുന്നത്. അതിന് വിവരം അറിയിച്ചില്ലേ? പിന്നെ കൂടുതൽ കണ്ണീരൊപ്പാൻ പോകുന്നത് എന്തിനാ? അവർ എന്റെ ഭർത്താവിന്റെ അമ്മയാ. എന്ന് വെച്ചാ എന്റെ അമ്മയുടെ സ്ഥാനം. ഞാൻ ആ പാവത്തിന്റെ കണ്ണീരൊപ്പിയ ഡാഡിക്ക് എന്താ? എനിക്കിഷ്ടമല്ല, അത്ര തന്നെ. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? സ്വന്തം അപ്പനെ വേണ്ടാത്തവര് അന്യരുമായിട്ട് കൂടുതൽ ഒട്ടുന്നത് എനിക്കിഷ്ടമല്ല. ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിലോ? കാരണം അവർ എനിക്ക് അന്യയല്ല. ഈ കാര്യത്തില് ഡാഡിയുടെ ഉപദേശവും വേണ്ട. എടി, നിന്റെ അഹങ്കാരം കൊണ്ടാടി നിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആണോ? മനദോഷം മക്കൾക്കാ. എന്ന് വെച്ചാ ഡാഡിയുടെ മനസ്സ് നന്നായാലേ ഞാൻ ഗതി പിടിക്കുള്ളൂ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവില്ല അല്ലേടി? ഇല്ല, കുറെ എത്തൂല്ല. ഡാഡി വന്നത് മരുമകനെ കാണാനാണോ അതോ എന്നെ ചട്ടം പഠിപ്പിക്കാനോ? എന്താ ഇവിടെ? ഇതൊരു ആശുപത്രിയാ. ഞാൻ വീട്ടിലേക്ക് പോവാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാമി ഇവിടെ ഉണ്ടാവും. ഇവിടെ അദ്ദേഹത്തിന്റെ ബൈസ്റ്റാൻഡറായിട്ട് ഞാനുണ്ട്. വേറെ ആരുടെ ആവശ്യം എനിക്കില്ല. എനിക്കുണ്ട്. സാറേ, സ്വാമി ഇവിടെ തന്നെ കാണണം. കുറച്ചു കഴിഞ്ഞ് പോലീസ് മൊഴിയെടുക്കാൻ വന്നേക്കും. മനസ്സിലായി സാർ. അക്ഷര എന്തു പറയുന്നു, എങ്ങനെ പെരുമാറുന്നു എന്ന് സ്വാമി ചിന്തിക്കണ്ട. നിരഞ്ജന്റെ അടുത്തുനിന്ന് മാറുകയേ വേണ്ട. ഇല്ല സാർ. ആ രമേശിനെ വിളിച്ച് വണ്ടി കാഷ്വാലിറ്റി മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ. ശരി സാർ.
ആ രമേശ സാർ ഇറങ്ങി.